ഡിയർ സ്റ്റുഡൻസ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ ഉൾപ്പെടുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു ഫോറിൻ ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഗവൺമെൻറ് പോളിസീസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഇത്തരത്തിൽ ട്രാൻസാക്ഷൻസ് നടത്തും. അപ്പോൾ ഫോറിൻ ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്ന സമയത്തും ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ട്രാൻസാക്ഷൻസിന് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ഓട്ടോണമസ് ട്രാൻസാക്ഷൻ ആൻഡ് അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓട്ടോണമസ് ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസും നടത്തുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ഓട്ടോണമസ് ട്രാൻസാക്ഷൻ എന്താണ്, അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വെൽക്കം ടു ദിസ് സെഷൻ. Okay, the autonomous and accommodating flows. All transactions in the current and capital account are called automatic transactions. Okay, current account എടുത്ത് നോക്കിയാൽ അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻസ് മുഴുവനായിട്ടും എന്താണ് ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കറിയാം കറണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അതിൽ വരുന്നത് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സും വരുന്നുണ്ട് അല്ലേ. ദെൻ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ ബോറോയിങ്, ലെൻഡിങ് ഇവയൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ എന്താണ് ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ ട്രാൻസാക്ഷൻസ് ആർ സെറ്റ് ടു ബി ഓട്ടോണമസ് if their value is determined independently of the balance of payments. They take place for business or private motive. അതായത് ഇൻഡിപെൻഡൻറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും, ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കൺട്രി എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു കൺട്രിയിൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അവരുടെ ഒരു കമ്പനി ഡൊമസ്റ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഫോറിൻ കമ്പനി നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. അത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നടക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് എന്താണ് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ട്രാൻസാക്ഷൻ ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ദേ ടേക്ക് പ്ലേസ് ബിസിനസ് ഓർ പ്രൈവറ്റ് മോട്ടീവ്. ഈ ബിസിനസ്സിൻ്റെ അതുപോലെ തന്നെ പ്രൈവറ്റ് മോട്ടീവിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, ദെൻ അക്കമഡേറ്റിംഗ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ട്രാൻസാക്ഷൻസ് ദാറ്റ് കം അണ്ടർ ദ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് ആൻഡ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ നെറ്റ് കോൺസിക്വൻസസ് ഓഫ് ദ ഓട്ടോണമസ് ഐറ്റം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഓട്ടോണമസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിലും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലും വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അതേസമയം അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കം അണ്ടർ ദ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് അല്ലെ. ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരുടെ റിസർവ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും റിസർവ്സിൽ ഉണ്ടാകുന്ന കുറവൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള അക്കൗണ്ടാണ് ഈ ഒരു ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു അല്ലെങ്കിൽ അതിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് എന്ന് പറയുന്നത് അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ നെറ്റ് കോൺസിക്വൻസസ് ഓഫ് ദ ഓട്ടോണമസ് ഐറ്റംസ്. ദേ ആർ റിക്വയർഡ് ടു ബാലൻസ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്. ഇത്തരത്തിലെ ഗവൺമെൻറ് പോളിസീസിൻ്റെ അല്ലെങ്കിൽ ഒഫീഷ്യൽ റിസർവ്സ് അക്കൗണ്ടിൻ്റെയോ ട്രാൻസാക്ഷൻസ് എന്താണ് ദാറ്റ് ആർ റിക്വയർഡ് ടു ബാലൻസ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഈ ഡെബിറ്റ് എൻട്രിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് എൻട്രിയും ഈ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് അത്യാവശ്യമാണ്. ഓക്കെ, ഓൾട്ടർനേറ്റീവ്ലി ഐറ്റംസ് ആർ സെറ്റ് ടു ബി എബോവ് ദ ലൈൻ ദാറ്റ് ഈസ് ഓട്ടോണമസ് ഓർ ബിലോ ദ ലൈൻ accommodating. Then obviously the sum of the accommodating and autonomous items must be zero. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എപ്പോഴും സീറോ ആയിരിക്കണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അക്കോമഡേറ്റിംഗ് ഐറ്റംസ് ആയാലും ഓട്ടോണമസ് ഐറ്റംസ് ആയാലും അവ രണ്ടിൻ്റെയും തുല്യ സമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇറ്റ് മസ്റ്റ് ബി സീറോ. ഓൾ എൻട്രീസ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട് മസ്റ്റ് കം അണ്ടർ ദ വൺ ഓഫ് ദ ടു ഹെഡിങ്സ്.
A deficit in nation's balance of payments is given by a net debit balance in the nation's autonomous items and a surplus is given by net credit balance. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെയാണ് ഡെഫിസിറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ഓട്ടോണമസ് ഐറ്റംസിൽ ഡെബിറ്റ് അല്ലെ ഓട്ടോണമസ് ഐറ്റംസിൽ കൂടുതലായിട്ട് ഉണ്ടാവുക പേയ്മെൻറ്റ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വരിക നെറ്റ് ഡെബിറ്റ് ബാലൻസ് കൂടുതലായിരിക്കും അത് ഡെഫിസിറ്റിലേക്ക് വഴിവെക്കുന്നു. ദെൻ എ സർപ്ലസ് ഈസ് ഗിവൺ ബൈ നെറ്റ് ക്രെഡിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ് ആണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സർപ്ലസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, in order to correct the deficit and accommodating flows to be positive in the first case and negative in the second. Okay, അപ്പോൾ ഇവിടെ ഡെഫിസിറ്റ് in order to correct the deficit, the accommodating flows to be positive അല്ലേ. അതായത് ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ്സ് കൂടുതലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, അക്കോമഡേറ്റിംഗ് ഈ ഐറ്റംസിൽ എന്തായിരിക്കണം അത് പോസിറ്റീവ് ആയിരിക്കണം. അക്കോമഡേറ്റിംഗ് ഐറ്റംസ് ടു ബി പോസിറ്റീവ് to correct the deficit in the first case and the negative in the second case. സർപ്ലസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കോമഡേറ്റിംഗ് ഐറ്റംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് നെഗറ്റീവ് ആയിരിക്കും. Then the autonomous capital flow could take many forms. It could have been caused, for instance, by a foreign resident paying back a loan to a firm, or it could be that a person or a company took up a loan abroad by issuing bonds. For instance, in all these cases, it is a question of private persons or firm having international capital transactions. These transactions have an effect on the country's balance of payments, but they are in no way caused by balance of payments considerations. In fact, they are examples of autonomous capital movements. അപ്പോൾ ഈ ഒരു ഓട്ടോണമസ് ക്യാപിറ്റൽ ഫ്ലോ ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്യാപിറ്റലും കറണ്ട് അക്കൗണ്ടിലും വരുന്ന കാര്യങ്ങളാണ് ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു. ഈ ഒരു ഓട്ടോണമസ് ക്യാപിറ്റൽ ഫ്ലോയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോർ ഇൻസ്റ്റൻസ്, ബൈ എ ഫോറിൻ റെസിഡൻറ്റ് പേയിങ് ബാക്ക് എ ലോൺ ടു എ ഫേം, or it could be that a person or a company took up a loan abroad. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഫോറിൻ റെസിഡൻറ്റ് നമ്മളുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് അത് തിരിച്ചടയ്ക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനാണ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ ബോറോ ചെയ്ത ആ ഒരു പണം അല്ലെങ്കിൽ ആ ഒരു പണത്തിൻ്റെ ഒഴുക്ക് അതിങ്ങോട്ട് തിരിച്ചു തരുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു കമ്പനി ഒരു ഫോറിൻ കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും ഇതൊക്കെ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ദീസ് ട്രാൻസാക്ഷൻസ് ഹാവ് എൻ എഫക്റ്റ് ഓൺ ദ കൺട്രീസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്, ബട്ട് ദേ ആർ നോട്ട് വേ ടു കോസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് കൺസിഡറേഷൻസ് അല്ലേ. നമ്മളുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ കാരണമാവുന്നുണ്ട്. പക്ഷേ ഇവ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് കണക്കാക്കുന്നതിന് നോ വേ കോസ്ഡ് ബൈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് കൺസിഡറേഷൻസ്. In fact, they are examples of autonomous capital movements. Okay, അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് കൺസിഡറേഷൻസിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തായിട്ട് കണക്കാക്കും, ദാറ്റ് ഈസ് ഓട്ടോണമസ് ക്യാപിറ്റൽ മൂവ്മെൻറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, ദെൻ the accommodating inflow of capital can take various forms. അതേപോലെ തന്നെ ഈ accommodating inflow of capital പലതരത്തിലും വരാറുണ്ട്. എന്താണ്, foreign firms might accept short-term claims on firms in the country, or perhaps a foreign government extends a loan to the country. In the case of a less developed country, it might even possible that a foreign government is willing to ease the balance of payment situation of the country by making it a gift amounting to the value of the accommodating inflow. The accommodating inflow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടുകളിൽ വരുന്ന അതാണ് ഈ ഒരു അക്കോമഡേറ്റിംഗ് വാല്യൂസിൽ അല്ലെങ്കിൽ അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസിൽ വരുന്നത് അല്ലേ. ഈ ഒരു ഒഫീഷ്യൽ റിസർവ്സ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ഫേംസ് മൈറ്റ് അക്സെപ്റ്റ് ഷോർട്ട് ടേം ക്ലെയിംസ് on firms on the country, or perhaps foreign government extends a loan to the country. അപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു കൺട്രി ഫോറിൻ ഗവൺമെൻറ്റിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലോണിൻ്റെ എമൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താ ആ ഒരു കൺട്രിയുടെ റിസർവിൽ വർധനവുണ്ടാവും. ഇപ്പോൾ ഇന്ത്യ മറ്റുള്ള രാഷ്ട്രങ്ങൾ യു എസിൽ നിന്ന് കടമെടുത്തു എന്ന് വിചാരിക്കുക. യു എസിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു യു എസിൻ്റെ ആ ഒരു ലോണിൻ്റെ
കാലാവധി നീട്ടി നൽകുന്നു US എക്കണോമി. അപ്പോൾ അവിടെ ഇന്ത്യയുടെ ആ ഒരു അസറ്റിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ റിസർവ്സിൽ വർധനവ് ഉണ്ടാവുക ചെയ്യും. കുറച്ചധികം കാലത്തേക്ക് കൂടി ആ ഒരു ലോൺ അടയ്ക്കാനുള്ള ഒരു സമയം നീട്ടി കിട്ടുന്നു. അപ്പോൾ അവിടെ ഈ ഒരു ഒഫീഷ്യൽ റിസർവ്സിൽ വർധനവ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് ഇതൊക്കെ എന്തിലാണ് വരിക? അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് കണക്കാക്കുക. അവിടെ അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസിൽ വർധനവ് ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ ഇവിടെ ഇൻ കേസ് ഓഫ് ലെസ് ഡെവലപ്ഡ് കൺട്രി ഇറ്റ് മൈറ്റ് ഈവൻ be possible that a foreign government is willing to ease the balance of payment situation of the country by making it a gift amounting to the value of the accommodating inflow. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ലോൺ എമൗണ്ട് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക വഴി അവരുടെ ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആ ഒരു സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ബാലൻസിങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഫോറിൻ കൺട്രീസിന് സഹായിക്കാനായിട്ട് സാധിക്കും. ലെസ് ഡെവലപ്ഡ് കൺട്രീസിനൊക്കെ അത്തരത്തിൽ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗവൺമെൻറ് പോളിസീസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് പോളിസീസിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഇത്തരം ട്രാൻസാക്ഷൻസ് ആണ് അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, then or possibly the country in question has had to deplete his reserves of foreign currency to settle its imbalance in autonomous capital inflow. In short, the accommodating capital movements are a direct consequence of the balance of payment situation. Okay, accommodating capital inflows are unforeseen capital flows which have to be made to bring balance of payments into equilibrium. Okay, ഇത്തിരി അക്കമഡേറ്റിംഗ് ക്യാപിറ്റൽ ഇൻഫ്ലോസ് എന്ന് പറയുന്നത് അൺഫോർസീൻ ആണ് അല്ലേ. ഇപ്പോൾ ഇത്തിരി ലോൺ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാനൊന്നും സാധിക്കുന്നില്ല. എങ്കിൽ പോലും അവിടെ ആ ഒരു അൺഫോർസീൻ ക്യാപിറ്റൽ ഫ്ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കൺട്രികളുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇക്വിലിബ്രിയത്തിലെത്തുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ട്രാൻസാക്ഷൻസിൽ അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷനിലും അതുപോലെ തന്നെ ഓട്ടോണമസ് ട്രാൻസാക്ഷൻസിലും പറയാനായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കറണ്ട് അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെയോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്ന അതിനെയാണ് ഈ ഒരു ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുക. അത് ഗവൺമെൻറ് പോളിസീസിൻ്റെയോ അല്ലെങ്കിൽ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലോ നടത്തുന്ന ട്രാൻസാക്ഷൻസ് അല്ല ഈ ഒരു ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതേസമയം അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസ്. ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിലൊക്കെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസൊക്കെ ഇത്തരത്തിൽ ഒഫീഷ്യൽ റിസർവ് ഏത് കൺട്രിയുടെയാണോ കുറവ് വന്നിട്ടുള്ളത് അത്തരം കൺട്രീസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഒക്കെ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ലോൺസൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് എന്താണ് ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് ഇക്വിലിബ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് അക്കമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൻ്റെ മറ്റ് അടുത്ത ഭാഗങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.